ചേച്ചി എന്താടി വല്ലതും അറിയുന്നുണ്ടോ? എന്താണ്? അവിടെ അച്ഛമ്മയും അമ്മയും കൂടി ചേച്ചി കല്യാണാലോചനയൊക്കെ തുടങ്ങി. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ, ചുമ്മാ നോക്ക്. നിനക്ക് എന്താടി? അല്ല, നല്ല കല്യാണാലോചനയൊക്കെ വന്നതിന് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കണം. നിനക്ക് എന്താ ഇപ്പൊ എന്നെ കെട്ടിക്കാൻ എത്ര നിർബന്ധം? ഉള്ളത് പറയാലോ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ ചേച്ചിനെ ഓവർടേക്ക് ചെയ്യും. നീ എന്ത് വേണേലും ചെയ്. തൽക്കാലം ഇപ്പൊ ഒന്ന് പോയി തരൂ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ലൈവ് വേണം. ഇവിടെ ലൈഫിന്റെ കാര്യം പറയുമ്പോൾ ഒരു ലൈവ് നന്ദി. നീ പോയോടന്ന്. ഞാൻ പോകത്തില്ല, ഇവിടെ തന്നെ ഇരിക്കും. എന്നാ ഞാൻ പോവാം. അയ്യോ, അങ്ങനെ പോവല്ലേ. എന്താ ലൈവ് പോകാനുള്ളതാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ചേച്ചി നിക്ക്. മുഖത്ത് തേച്ചിരുന്നത് കളഞ്ഞ കളഞ്ഞു. ആട്ടിപ്പൊടി സുന്ദരിയാണോടാ? ചക്കര കൊട്ടമായിരിക്കും. കിടലായിട്ടുണ്ട് കേട്ടോ. കിടിലമായി. ഇത് ഇടക്കിടക്ക് ചെയ്യണം, ആഴ്ച ഒന്നും ചെയ്യണം. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ നേരത്തെ അമ്മയോടൊക്കെ പറഞ്ഞൊരു കാര്യം അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തോ കാര്യം പറഞ്ഞടാ? ഒരു സ്ഥലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിന്റെ കാര്യത്തിലേ എനിക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഏത് ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരാതുള്ളത്? അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ സാധിച്ചു തന്നതല്ലേ. എടാ, ആദ്യം എന്റെ ആഗ്രഹം സാധിച്ചിട്ട് മതി സ്ഥലം വിൽപ്പനയുടെ കാര്യമൊക്കെ ആലോചിക്കാൻ. അമ്മയ്ക്ക് ഇനി എന്തൊക്കെയാ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ പറ. എടാ, നിന്റെ അച്ഛനെ ഈ നാട്ടിൽ നിലയും വിലയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലായിരുന്നോ? അമ്മ പുറത്തിറങ്ങി അന്വേഷിച്ചു നോക്കമ്മേ. എനിക്ക് നല്ല നിലയും വിലയൊക്കെ ഉണ്ട്. എടാ, ഞാനും പുറത്തിറങ്ങി അന്വേഷിച്ച നിന്റെ നിലയും വിലയും എന്താ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഈ വീട്ടിനകത്ത് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, പുറത്തിറങ്ങി അന്വേഷിക്കണം. ഞാൻ അന്വേഷിച്ചു കുറെ. പറ, എന്നിട്ട് ഇപ്പൊ ശരിയാക്കി തരും എന്റെ സ്ഥലത്തിന്റെ കാര്യം. നീ ആദ്യം ഒരു സർക്കാർ ജോലി മേടിയിരു, എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. അമ്മ എന്തോന്നാ അമ്മ ഈ പറയുന്നത്? ഈ വയസ്സാകാലത്ത് എനിക്ക് സർക്കാർ ജോലി എങ്ങനെ കിട്ടും? ഏജ് ഓവറായി എനിക്ക്. എടാ, നിന്റെ കാര്യം ഞാൻ പണ്ടേ ഉപേക്ഷിച്ച. എടാ, നിനക്ക് 4 മക്കൾ തൂണ് പോലെ വളർന്നു നിൽപ്പുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരെണ്ണം സർക്കാർ ജോലി മേടിച്ചാൽ ഞാൻ സമ്മതിക്കും. ഈ സർക്കാർ ജോലി എന്നുള്ള ഒന്നിത്തിരി മാറ്റി പിടിച്ചൊരു പ്രൈവറ്റ് ജോലി ആക്കാൻ പറ്റൂ? പറ്റില്ല. ഈ കുടുംബത്തിന്റെ സർക്കാർ പാരമ്പര്യം ആര് നിലനിർത്തുന്നോ അവർക്കാർക്കും ഇതെല്ലാം. പക്ഷെ ഈ ഓഫറേ നിന്റെ പെങ്ങള് സരിതയുടെ മോക്കും കൂടെ അവകാശപ്പെട്ടതാ. അവള് പാസ്സായാൽ ഞാൻ അവക്ക് കൊടുക്കും. അമ്മ നോക്കിക്കോ, എനിക്ക് 4 പിള്ളേരല്ലേ. എന്റെ കൊച്ചുങ്ങളിൽ ആരെങ്കിലും ഒരാൾ സർക്കാർ ഉദ്യോഗം മേടിക്കും. അമ്മ ഒപ്പിടാൻ തയ്യാറായി നിന്നോ? പ്രമാണം തയ്യാറായിരിക്കും. മേടിച്ചോണ്ട് പോകും. നീ പഠിച്ച് നല്ല ഉദ്യോഗം മേടിയിട്ട് ആദ്യം തന്നെ നിന്റെ മക്കളെ കൊണ്ട് പഠിക്കാൻ പറ അവരോട്. അതിന് എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എഴുതി എടുത്തേനെ. അന്നത്തെ കാലത്ത് നിങ്ങൾ ഞങ്ങളുടെ ഉപദേശിച്ച് മാറ്റിയതല്ലേ എന്നെ. നിനക്ക് പഠിക്കാൻ പറയുന്ന കാലത്ത് നീ എവിടെ വായിട്ട് നോക്കാൻ പോയി? ഞാൻ വേണുവിന്റെ കൂടെ. പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് അമ്മ പറയും, മറ്റേ പാക്ക് പറിക്കാൻ പോ, തേങ്ങ ഉണ്ടാക്കാൻ പോ, അല്ലെങ്കിൽ പാടത്തിറങ്ങി കൃഷി ചെയ്യിക്കാൻ പോ. ഇവിടെ മനുഷ്യൻ ചെളി കിടന്ന് വരുന്നതല്ലായിരുന്ന? നിന്റെ മക്കളോട് പഠിക്കാൻ പറയടാ. നിന്റെ മക്കളോട് ഇരുന്ന് പഠിക്കാൻ. അവര് ചെയ്യും. അവരെപ്പോഴും മൊബൈലിൽ നോക്കുമ്പോട്ട്. അത് കാലത്തിന്റെ വ്യത്യാസമാണ്. ഈ ചെറുപ്പക്കാരോടുള്ള അവജ്ഞയൊന്നും വേണ്ട. ഞാനും വഴക്ക് പറയാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന അതിനകത്ത് ഗൂഗിൾ നിർത്താറുണ്ട്. അത് നോക്കി പഠിച്ചിട്ട് അവർ അത് വെച്ചാ മാർക്ക് മേടിക്കുന്നത്. അമ്മ ഇപ്പൊ എന്നെ ഞാൻ കളിയാക്കുന്നുണ്ടല്ലോ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയോ, PSC ടെസ്റ്റിന് വരുന്ന ചോദ്യങ്ങൾ അവരുടെ മൊബൈലിൽ വരുന്നുണ്ട്. അവരത് നോക്കി പഠിക്കുന്ന. അല്ലാതെ അമ്മയെ പോലെ അതിനകത്ത് എന്ത് കുതന്ത്രം ഉണ്ടാക്കാം നല്ല നീ പോടാ. നീ മക്കളും ഇങ്ങനെ തുടങ്ങിയാൽ മതിയടാ. എന്റെ സ്വത്തൂട്ടൊന്നും പറഞ്ഞാണോ? നടക്കില്ല. അമ്മയുടെ മക്കളെ പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് എന്റെ മക്കള് എന്റെ സ്വത്താന്നേ. അവരെ കുറ്റം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. അമ്മയുടെ പേരക്കിടാക്കളല്ലേ. നീ കൊണ്ട് വളർത്തിക്കോടാ. ഞാൻ വളർത്തൂന്നേ. പക്ഷെ എനിക്ക് അവകാശപ്പെട്ടോ എനിക്ക് തരണം. അത് വെറുതെ മോഹിക്കണ്ട. അല്ലെന്നേ, അമ്മ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് ഞാൻ സാധിക്കും. അമ്മ ഇപ്പൊ ഒപ്പിട്ട് തരുമല്ലോ. അപ്പോഴും തല ഇതുപോലെ ആട്ടണം. മനസ്സിലായില്ലേ? ഞാൻ എഴുതി അങ്ങ് എടുക്കും. എഴുതി എടുത്ത് ഞാൻ കാണിച്ചു തരാം. അന്നേരം ഇതുപോലെ കാണിക്കണം കേട്ടാ. അമ്മയുടെ മകൻ തന്നെ ഞാനും. എനിക്കുണ്ട് വാശി. പെമ്പറത്തോത്തി അവള് ടെസ്റ്റ് എഴുതണ്ട. അവള് എന്റെ ഭാര്യയല്ലേ, അവളെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ എന്റെ പിള്ളേര് എഴുതിയെടുക്കും. ഈ സ്വത്തും എഴുതിയെടുക്കും. അതിനുശേഷം നമുക്കൊന്ന് കാണണം. കാണണം. നേരെ കണ്ടു വരും. അപ്പോഴിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്. എടാ മകനെ, എടാ ഇങ്ങോട്ട് എന്നെ ഒന്ന് നോക്കടാ. എടാ എനിക്ക് വയ്യടാ, മുട്ടുവേദന. ഞാൻ കാണിച്ചു തരാം. ഈ അഹങ്കാരമൊക്കെ തീരും കേട്ടാ. ഇതേ ഇനി മുമ്പോട്ടുള്ള യാത്ര ആരോഗ്യം കുറയുന്ന യാത്രയാ. പ്രായം കൂടി വരിക കേട്ടോ. അത് ഓർത്താ അവരോർക്ക് ഇത്ര കുഴമ്പിട്ടെ കാലം കൊണ്ട് തിരുമിക്കാൻ എനിക്ക് പറ്റില്ലടാ. കേട്ടോ, നമുക്കറിയാം. ഇതേ നമ്മളും ഒക്കെ സംസാരിച്ചൊക്കെ പറഞ്ഞൊക്കെ ശീലിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ കേട്ടോ.